കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് രാവിലെ കുളിച്ച് ഒരുങ്ങി രാജീവിനുള്ള ചായയുമായിട്ട് ചെല്ലുകയാണ് ശാരിക. അന്നേരം തട്ടി വിളിക്കുന്നതിന് രാജീവ് സാറേ എണീക്കെന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് എഴുന്നേറ്റിരുന്ന രാജീവ് ശാരികയെ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ തന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല, സാറി ചായ വാങ്ങിച്ചേ എന്ന് പറയുകയാണ് ശാരിക. തുടർന്ന് ഇന്ന് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, കോളേജ് ഇല്ലല്ലോ എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ഞാൻ എൻ്റെ തിരക്കിൻ്റെ കാര്യമാണെന്ന് ശാരിക പറയുകയാണ്. അന്നേരം തനിക്ക് എന്താ ഇത്ര തിരക്കെന്നൊക്കെ രാജീവ് ചോദിക്കുന്നു. അന്നേരം രാവിലെ മുതൽ ആരംഭിച്ച നിലം തൊടാനുള്ള ജോലികൾ മുഴുവൻ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാരിക തൻ്റെ ജോലികളെക്കുറിച്ച് പറയുകയാണ്. സാറ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാത്ത പാഠമാണെന്ന് തൻ്റെ ജോലികൾ ശാരിക പറയുന്നുണ്ട്. അന്നേരം എന്നാൽ താനൊന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, പിന്നീട് വിളക്ക് കത്തിക്കണം, അടുപ്പ് കത്തിക്കണം, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം നോക്കി ചായയാണോ കാപ്പിയാണോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കണം എന്നിങ്ങനെ തൻ്റെ തുടങ്ങുന്ന ജോലികളൊക്കെ അങ്ങ് വിവരിക്കുകയാണ് ശാരിക. ദിവസവും മാറാലടിക്കുകയും തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ശാരിക പറയുന്നു. അന്നേരം അതൊക്കെ ദിവസവും ചെയ്യണമെന്ന് രാജീവ് തിരക്കിയാണ്. സാറ് ദിവസവും കുളിക്കുകയും ബ്രഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അല്ലാതെ ഇരുന്നാൽ എന്താ കുഴപ്പമുണ്ടാകുക എന്ന് ശാരിക തിരക്കിയാണ്. അയ്യോ, അങ്ങനെ ചെയ്യാതിരുന്നാൽ ആകെ കുഴപ്പമാണെന്ന് ചായ വാങ്ങിച്ചു കുടിക്കുന്ന രാജീവ് പറയുന്നുണ്ട്. ദിവസവും അതൊന്നും ചെയ്തില്ലെങ്കിൽ പല്ലിയും പാറ്റയും പഴുതാരയും ഒക്കെ കൂട് വെച്ച് താമസമാകുമെന്ന് ശാരിക പറയുകയാണ്. വീണ്ടും ബാക്കിയൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അയ്യോ വേണ്ടേ, തനിക്ക് പിടിപ്പത് ജോലിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് രാജീവ് സമ്മതിക്കുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, ഞാൻ ദിവസവും ചെയ്യുന്ന ജോലികൾ 1 മിനിറ്റ് കേൾക്കാനുള്ള സാവകാശം പോലും സാറിനില്ല, ഒന്ന് കേട്ടേ എന്നും പറഞ്ഞ് ബാക്കിയൊക്കെ പറയുകയാണ് ശാരിക. തുടർന്ന് ശാരിക പറയുന്ന രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് മുതൽ രാത്രി അത്താഴം വരെയുള്ള കഥകൾ കേട്ടിട്ട് ചായയൊക്കെ വെച്ചിട്ട് എഴുന്നേറ്റ് രാജീവ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ ഒരു അപ്രൻറ്റീസായിട്ട് തൻ്റെ കൂടെ ഞാനും കൂടി കൂടാം വാന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് രാജീവ് പോകാൻ തുടങ്ങുമ്പോൾ രാജീവിൻ്റെ കൈ പിടിച്ചിട്ട് ശാരിക പറയുന്നുണ്ട്, അത് വേണ്ട, എന്നിട്ട് വേണം അമ്മ പറയാനായിട്ട് ആ പെങ്കോന്തൻ ഭാര്യയുടെ സാരിത്തുമ്പി പിടിച്ച് അടുക്കള പണി കൂടി ചെയ്യുന്നെന്ന്. അന്നേരം അത് ഒരു പരിഭവത്തോടു കൂടി ശാരിക അത് പറയുമ്പോൾ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ശാരികയെ ആശ്വസിപ്പിക്കുകയാണ് രാജീവ്. തുടർന്ന് ശാരിക പറയുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് അമ്മയല്ലേ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അമ്മയെ ഒരു ദിവസമെങ്കിലും സാറ് സഹായിച്ചിട്ടുണ്ടോയെന്ന്. അന്നേരം രാജീവ് പറയുകയാണ്, ഓ, ഞാൻ സഹായിക്കാനായിട്ട് ചെന്നാലും അമ്മ പറയും വേണ്ട, മോൻ പോയി പഠിച്ചോന്ന്. അന്നേരം ശാരിക പറയുകയാണ്, അപ്പോൾ ഞാനും ഇത് തന്നെയാണ് പറയുന്നത്, സാറിൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാമെന്ന്. തുടർന്ന് ശാരിക പോകാൻ തുടങ്ങുമ്പോൾ കൈപിടിച്ച് നിർത്തിയിട്ട് രാജീവ് പറയുകയാണ്, ഇത് താൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ലേ, എൻ്റെ സാന്നിധ്യവും താൻ ഒഴിവാക്കുകയാണ്, തൻ്റെ ഭീഷ്മ പ്രതിജ്ഞ എൻ്റെ സാമീപ്യം കൊണ്ട് വെയിലത്ത് വെച്ച് ഐസ് കട്ട പോലെ അലിഞ്ഞു പോകും എന്നുള്ള പേടി കൊണ്ടല്ലേ എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് പരുങ്ങി നിൽക്കുകയാണ് ശാരിക. ദാമ്പത്യ പൂജയാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ശാരദാമ്മ നമ്മളെങ്ങാനും വെച്ചാണ് ആ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൻ്റെ ഈ പ്രതിജ്ഞയൊക്കെ പാഴായി പോകും എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ശാരികയെ കളിയാക്കുന്നുണ്ട് രാജീവ്. പൂജയുടെ പ്രധാന ലക്ഷ്യം തന്നെ സന്താന ലബ്ധിയാണ്, പിന്നെ എങ്ങനെയാണോ താൻ ഇതൊക്കെ മാറ്റി പിടിക്കാൻ നോക്കുന്നത് എന്നൊക്കെ ശാരിക പറയുമ്പോഴങ്ങ് രാജീവ് പറയുമ്പോൾ ഉത്തരമില്ലാതെ ശാരിക നിൽക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി ശാരികയെന്നും പറഞ്ഞ് അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അമ്മ ഉണർന്നെന്ന് തോന്നുന്നു, ഞാൻ ചായ കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ശാരിക അവിടെ നിന്നും രാജീവിൻ്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് ശാരിക പോയ ശേഷം സന്തോഷത്തോടു കൂടി കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് രാജീവ്. എൻ്റെ ഗണപതി ഭഗവാനെ, ശാരദാമ്മയ്ക്ക് നമ്മളെ വെച്ച് ദാമ്പത്യ പൂജ ചെയ്യാനുള്ള ബുദ്ധി തോന്നിപ്പിക്കണേ, ഈ ഉള്ളവൻ ഒരു 101 തേങ്ങ അവിടുത്തെ പടിക്കൽ ഉടച്ചേക്കാമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് രാജീവ്. തുടർന്ന് കാണിക്കുന്നത് ആകെ ആലോചിച്ച് കുടുംബശ്രീ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ഓർക്കുന്നത് അമ്മ വന്നതും പിന്നീട് സങ്കടത്തോടെ യാത്ര പറഞ്ഞു പോയതും അതിനു മുമ്പ് ശാന്തി മുഹൂർത്തത്തിനായി ശാലിനിയെ ശാരദാമ്മ ഒരുക്കിയതും തുടർന്ന് സത്യഭാമ വന്ന് വിഷ്ണുവിനെ കൊണ്ടുപോയതും ഒക്കെ ഓർത്ത് വിഷമിച്ച് ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ് ശാലിനി. അതേസമയം അവിടേക്ക് വന്ന് ശാലിനി ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മ, നീ ഇനി എങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും എന്നതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുക തന്നെ വേണം, സുസ്മിതയുടെ വിവാഹവും നിങ്ങളുടെ ദാമ്പത്യ ബന്ധവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്, അതൊന്നും വേണ്ട, ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്. തുടർന്ന് സത്യാമ്മ അന്ന് വാതിൽക്കൽ മുട്ടി വിളിച്ചതും വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോയതും അതിനെക്കുറിച്ചൊക്കെ ഒരുപാടങ്ങ് എതിർത്ത് സംസാരിക്കുകയാണ് ശാരദാമ്മ. നീ അന്നങ്ങനെ ഒരു വാക്ക് കൊടുത്തത് കൊണ്ടാണ് സത്യാമ്മ അന്ന് നിങ്ങളുടെ വാതിൽക്കൽ മുട്ടി വിളിച്ചത്, അല്ലെങ്കിൽ സത്യാമ്മ വരുമോ, നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത് കൊണ്ടാണ് ഞാനും അന്ന് ക്ഷമയോടുകൂടി നിന്നത്, അല്ലെങ്കിൽ ചൂലെടുത്ത് ഞാൻ അടിച്ചിറക്കിയേനെ അന്നേ അവരെ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്.
തുടർന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ്, മോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, ദാമ്പത്യ പൂജയല്ലേ വരാൻ പോകുന്നത്, അന്ന് അവിടെ വന്ന് ക്ഷണിക്കണമെന്നാണ്, ഞാൻ അവിടെ വന്ന് തന്നെ ക്ഷണിക്കുകയും ചെയ്യും. തുടർന്ന് ഇനി സത്യാമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമെന്ന് എന്തോ ഉറച്ചൊരു തീരുമാനത്തിൽ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിൽ ദാമ്പത്യ പൂജയെക്കുറിച്ച് സത്യഭാമയോട് സംസാരിക്കുകയാണ് രാഘവൻ നായർ. നവദമ്പതികളെക്കുറിച്ച് ദാമ്പത്യ പൂജ നടത്തിയാൽ കുടുംബത്തിന് ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. നമുക്ക് പ്രീതിയെയും അർജുനെയും കൂട്ടിക്കൊണ്ടുവന്ന് ദാമ്പത്യ പൂജ നടത്തിയാലോ ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട് സുസ്മിത. തുടർന്ന് എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയുണ്ട്, നേരിട്ട് പോയി ക്ഷണിക്കാമെന്ന് ഭാമ പറയുകയാണ്. ഇതുവരെ പ്രീതിയെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോയി കണ്ടില്ലല്ലോ, എനിക്ക് ആ ഒരു വിഷമമൊക്കെ ഉണ്ട് എന്ന് ഭാമ പറയുന്നു. അന്നേരം അങ്ങോട്ട് ചെന്ന് കയറിക്കോട്, ഇപ്പം തന്നെ അയക്കുമെന്നൊക്കെ ഭാമയുടെ സംസാരം കേട്ടിട്ട് സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ചുള്ള തൻ്റെ വേവലാതികളൊക്കെ ഭാമ രാഘവൻ നായരോട് പറയുന്നുണ്ട്. അന്നേരം ഭാമ ഓർക്കുന്നുണ്ട്, അന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ വസുമതി വന്ന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പ്രീതിയുടെ കാര്യം മാത്രമല്ല, വിഷ്ണുവും ശാലിനിയും ഇവിടെ ഉണ്ടല്ലോ, അവരും വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ശാലിനിയെ കൂടി ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ദാമ്പത്യ പൂജ നടത്തണമെന്നാണോ രാഘവേട്ടൻ പറയുന്നതെന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം വരൻ്റെ വീട്ടുകാർക്കോ വധുവിൻ്റെ വീട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും ദാമ്പത്യ പൂജ നടത്താം. ദാമ്പത്യ പൂജ നടത്തിയാൽ വീടിന് ഐശ്വര്യമേ ഉണ്ടാകുകയുള്ളൂ. വസുമതി പ്രീതിയുടെ ദാമ്പത്യ പൂജ നടത്തില്ല എന്ന് നിനക്ക് തോന്നലുണ്ടായത് കൊണ്ടല്ലേ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ശാരദാമ്മ അവിടെ നടത്തുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താമല്ലോ എന്ന് രാഘവൻ നായർ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് വിഷ്ണുവും. അന്നേരം ചിലവിൻ്റെ കാര്യമല്ല, മനസ്സിൻ്റെ കാര്യമാണ് പ്രധാനമെന്ന് സത്യഭാമ പറയുകയാണ്. ശാലിനിയെ പോലുള്ള ഒരു കള്ളിയെ പീഠത്തിലിരുത്തി ദാമ്പത്യ പൂജ ചെയ്യാനായിട്ട് ഈ സത്യഭാമയ്ക്ക് മനസ്സ് വരില്ല എന്ന് ഭാമ അവിടെ തുറന്നടിച്ച് പറയുകയാണ്. അന്നേരം അമ്മേ, ശാലിനി എന്ത് തെറ്റ് ചെയ്തെന്നാണ് വിഷ്ണു ചോദിക്കുന്നത്. അന്നേരം അതൊക്കെ പറഞ്ഞ് നാറാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ നേരെ കൈ ചൂണ്ടി വിഷ്ണു ചോദിക്കുകയാണ്, ദേ സുസ്മിതേ, നീ മിണ്ടായിരുന്നോളണം, എൻ്റെ സ്വഭാവം എടുപ്പിക്കല്ലേ എന്ന്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് സുസ്മിതയോട് ദേഷ്യപ്പെടുന്നതെന്ന്. അവളെ ഇനി മിണ്ടുകയുള്ളൂ ഈ വീട്ടിൽ. നിന്റെ കെട്ടിലമ്മ ശാലിനി മിണ്ടിയതും മിഴാവ് കൊട്ടിയതൊക്കെ മതി. ഈ സത്യഭാമയുടെ മുമ്പിൽ അവളുടെ നിഴല് പോലും ഇനി കാണാൻ പാടില്ല എന്ന് ദേഷ്യത്തോടു കൂടി ഭാമ വിഷ്ണുവിനോട് പറയുകയാണ്. ഇവരെ അകത്തിതൊക്കെ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ സത്യഭാമയുടെ ഗേറ്റ് തുറന്ന് ബാഗൊക്കെ ആയിട്ട് ശാലിനി അകത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അവളെ ഞാൻ കുറ്റം പറയുള്ളൂ, അവളൊരു പെണ്ണാണ്, ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ പാലിക്കേണ്ടത് അവളാണെന്നൊക്കെ ഭാമ പറയുകയാണ്. തുടർന്ന് എന്തൊക്കെ പറഞ്ഞാലും അങ്കിളും അവളുടെ പക്ഷം പറഞ്ഞ് സംസാരിക്കുമെന്ന് സുസ്മിത പറയുകയാണ്. വീണ്ടും വിഷ്ണു ദേഷ്യപ്പെടുകയാണ്, കൈ ചൂണ്ടി, ദേ നിന്നോട് നാവടക്കാനാണ് പറഞ്ഞതെന്ന്. അന്നേരം എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവളുടെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? അതിനുള്ള തൻ്റെ ഇടം അവൾക്കുണ്ടോ എന്ന് സുസ്മിത വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അവളുടെ നിഴല് പോലും ഇനി ഈ വീട്ടിൽ വീടില്ല എന്ന് സുസ്മിത പറഞ്ഞു നിൽക്കുമ്പോൾ മുറ്റത്ത് വാതിൽക്കൽ ബാഗുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ശാലിനിയെ കണ്ട് ആകെ ഞെട്ടുകയാണ് സുസ്മിത. സുസ്മിതയുടെ ഞെട്ടൽ കണ്ട് മുറ്റത്തേക്ക് നോക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും സത്യഭാമയും ഒക്കെ. ശാലിനി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അകത്തിരുന്ന രാഘവൻ നായർ വിളിച്ചു പറയുന്നുണ്ട്, മോളെന്താ അവിടെ തന്നെ മടിച്ചു നിൽക്കുന്നത്? ഇത് നിന്റെ വീടല്ലേ, ഇങ്ങോട്ട് കയറി വാ മോളെ എന്ന് രാഘവൻ നായർ വിളിക്കുകയാണ്. ശാലിനി കയറി വരുന്നത് കണ്ട് ആൻറ്റി ഇതേ കയറി വരുന്നു എന്ന് സങ്കടത്തോടു കൂടി സുസ്മിത പറയുന്നുണ്ട്. പക്ഷേ എതിർത്ത് പറയാതെ നിൽക്കുകയാണ് ഭാമ. തുടർന്ന് രാഘവൻ നായരും, മോനെ നീ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്നും ബാഗൊക്കെ വാങ്ങിച്ച് ശാലിനിയും കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങിയാണ് വിഷ്ണു. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, ആൻറ്റി ഇതേ അവൾ കയറി പോകുന്നു, പഴയതുപോലെ അവളെ കയറൂരി വിടാനാണോ ആൻറ്റിയുടെ ഭാവമെന്ന്. അവസാനം സൈകിട്ട് ഒന്ന് നിന്നേന്ന് പറയുകയാണ് സത്യഭാമ വിഷ്ണുവിനോടും ശാലിനിയോടും കൂടെ. ഭാമയുടെ ഭാവമൊക്കെ കണ്ടിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, വിധി തീർപ്പ് എന്തായാലും അത് നീതിയുക്തമായിരിക്കണമെന്ന്. തുടർന്ന് ഭാമ ശാലിനിയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഇനി നിന്റെ താമസവും സൗകര്യവും ഒക്കെ സുസ്മിതയുടെ ഗസ്റ്റ് റൂമിലാണ്. അത് കേട്ട് സന്തോഷിക്കുകയാണ് സുസ്മിത. ഭാമാൻ്റെ റോക്സ് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് സുസ്മിത സ്വയം പറയുന്നുണ്ട്. തുടർന്ന് ഭാമ കളിയാക്കി രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട്, വിധി തീർപ്പ് നീതിയുക്തമല്ലേ രാഘവേട്ടാന്ന്. പക്ഷേ എന്നാലും എന്നൊക്കെ രാഘവൻ നായർ പറയാൻ തുടങ്ങുമ്പോൾ രാഘവേട്ടൻ ഒന്നും പറയണ്ട, ഇതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലാകുമെന്ന് ശാലിനിയെ നോക്കി ഭാമ പറയുന്നുണ്ട്. തുടർന്ന് കയറി പോടിയെന്ന് പറയുകയാണ് ശാലിനിയോട് സത്യഭാമ. തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ആകെ സങ്കടത്തോടു കൂടി ശാലിനി മുകളിലേക്ക് പോകുന്നുണ്ട് സുസ്മിതയുടെ റൂമിലേക്ക്. അന്നേരം ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ അങ്ങ് കലങ്ങി നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ സങ്കടം രാഘവൻ നായർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്.
തുടർന്ന് സുസ്മിതയും താൻ ജയിച്ച സന്തോഷത്തിൽ മുകളിലേക്ക് കയറി പോകാൻ നേരം വിഷ്ണുവിനെ കുറേ നേരം ഒന്ന് നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. എന്നിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് സുസ്മിതയും. ഇതേസമയം സുസ്മിതയുടെ റൂമിലെത്തി ബാഗൊക്കെ വെച്ച് ആകെ വിഷമിക്കുന്ന ശാലിനിയുടെ അടുത്ത് ചെന്ന് കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സുസ്മിത. അങ്ങനെ ഞാനത് സാധിച്ചെടുത്തു. ഒരു എലിയെപ്പോലെ വിഷ്ണുവേട്ടൻ്റെ റൂമിൽ നിന്നും നിന്നെ പുകച്ച് പുറത്ത് ചാടിക്കുന്നതിൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് ആകെ അങ്ങ് സന്തോഷിക്കുകയാണ് സുസ്മിത. ഓ, അതാണോ കാര്യം? അപ്പോൾ ഇതിന് പിന്നിൽ നിന്റെ ബുദ്ധിയായിരുന്നോ എന്ന് ശാലിനി അങ്ങ് ധൈര്യസമേതം ചോദിക്കുന്നുണ്ട്. അത് പിന്നല്ലാതെ, നീ എനിക്ക് ചെക്ക് പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ നിനക്കൊരു മറു ചെക്ക് പറഞ്ഞതാണ്. ഈ സുസ്മിതയുടെ ബുദ്ധി എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് വിജയിച്ച സന്തോഷത്തിൽ സുസ്മിത ശാലിനിയോട് സംസാരിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനൊപ്പം ആദ്യരാത്രി ആഘോഷിക്കാൻ പോയത് നിന്റെ ബുദ്ധിയല്ലേ, നീ ഇനി അതല്ലാന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ പോലെ ഉള്ളവർ അല്ലെങ്കിലും വളഞ്ഞ ബുദ്ധിയിലല്ലേ ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശാലിനി സുസ്മിതയെ കളിയാക്കുകയാണ്. ഇങ്ങനത്തെ കുതന്ത്രങ്ങൾ നീ ഇനിയും പയറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനു മീതെ കളിച്ചതെന്ന് സുസ്മിത ശാലിനിയോട് പറയുകയാണ്. നിങ്ങൾ രണ്ടാളും ആ റൂമിൽ കിടക്കുമ്പോൾ വളരെ ആദിയോടുകൂടിയാണ് ഞാനിവിടെ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവിടെ ഉറങ്ങുമ്പോൾ ഇവിടെ ഒരു നിമിഷം പോലും സമാധാനത്തോടു കൂടി ഞാൻ ഉറങ്ങിയിരുന്നില്ല. ഇനിയും ഞാനതിന് സമ്മതിക്കില്ല എന്നൊക്കെ പ്രതികാരത്തോടു കൂടി ശാലിനിയോട് സംസാരിക്കുകയാണ് സുസ്മിത. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്